ഈ സെഷനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ക്വീസ് തിയറം ആണ്. സ്ക്വീസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ലെറ്റ് an sequence an, sequence bn and sequence cn be sequences of real numbers such that first one, for some positive integers an less than or equal to bn less than or equal to cn for all n belongs to n, and limit an equal to limit cn equal to l, then sequence bn is convergent and limit bn equal to l. ഇത്രയാണ് അതിന്റെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അപ്പോൾ ഈ സീക്വൻസുകൾക്ക് എന്ത് പ്രത്യേകതയുണ്ട്? an ലെസ് ദാൻ ഓർ ഈക്വൽ ടു bn ലെസ് ദാൻ ഓർ ഈക്വൽ ടു cn ആണ്. അതുപോലെ തന്നെ anന്റെയും cnന്റെയും ലിമിറ്റ് എന്താണ്? സെയിം ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നടുവിൽ കിടക്കുന്ന bnന്റെ ലിമിറ്റും എന്ത് തന്നെയായിരിക്കും? l തന്നെയായിരിക്കും അല്ലെങ്കിൽ സെയിം തന്നെ ലിമിറ്റ് തന്നെ ആയിരിക്കും എന്നാണ് നമ്മുടെ എന്ത് പറയുന്നത്? സ്ക്വീസ് തിയറത്തിനകത്ത് പറയുന്നത്. അപ്പോൾ ഈ സ്ക്വീസ് തിയറത്തിന്റെ പ്രൂഫ് ഒന്ന് നമുക്ക് നോക്കി നോക്കാം. നമുക്ക് കാണിക്കേണ്ടത് എന്താണ്? We have to show that limit bn equal to l. ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കാണിക്കേണ്ടത്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം ലിമിറ്റ് an equal to l എന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ബൈ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ബൈ ഡെഫിനിഷൻ ഓഫ് ലിമിറ്റ് corresponding to any epsilon greater than 0, there exist natural numbers, a natural number. ഇവിടെ രണ്ട് ലിമിറ്റിനെ പറ്റി പറയുന്നതുകൊണ്ട് ആദ്യത്തെ നാച്ചുറൽ നമ്പർ ഞാൻ k1 എന്ന് പേര് വിളിക്കുന്നു. k1 belongs to n such that എങ്ങനെയായിരിക്കും അവരുടെ റിലേഷൻ? മോഡുലസ് ഓഫ് an മൈനസ് l ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k1. അതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഇതേപോലെ നമ്മുടെ കയ്യിലുള്ള കാര്യം എന്താണ്? ലിമിറ്റ് cn ഈക്വൽ ടു l ആണ്. അപ്പൊ അത് ഇതേപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. ദെൻ ബൈ ഡെഫിനിഷൻ corresponding to any epsilon greater than 0, there exists a natural number ഇത് ഞാൻ k2 എന്ന് പേര് വിളിക്കുന്നു. such that mod cn minus l less than epsilon for all n greater than or equal to k2, ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഇത് ഏതൊരു എപ്സിലോൺ എടുത്താലും ട്രൂ ആണെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ സമയത്ത് ഇവിടെ എടുക്കുന്ന എപ്സിലോണും ഇവിടെ ഇരിക്കുന്ന എപ്സിലോണും ട്രൂ ആണ് സെയിം ആണെങ്കിൽ ആ സമയത്താണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുമെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന വേർഡിങ്സ് കറസ്പോണ്ടിങ് ടു എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ ഈ എടുക്കുന്ന എപ്സിലോൺ തന്നെയാണ് ഈ എടുക്കുന്ന എപ്സിലോൺ എന്നുള്ള കാര്യത്തിൽ നമുക്ക് എന്ത് വരില്ല? ഉറപ്പൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അതിനൊന്നൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ഒരേ സമയം നമ്മളിത് ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് രണ്ട് ഡെഫിനേഷൻ എടുക്കുന്ന എപ്സിലോൺ സെയിം ആവണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അത് രണ്ടും സെയിം ആണെന്ന് ഉറപ്പാക്കാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ ഒരു വേർഡിങ്സ് ഇവിടെ കൊടുക്കാം. ചൂസ് എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 however small. അപ്പൊ എന്തായി? ആദ്യം നമ്മൾ എപ്സിലോണിനെ ചൂസ് ചെയ്യുന്നു. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ എന്ത് മാറ്റി എഴുതാം? അപ്പൊ കറസ്പോണ്ടിങ് ടു എനി എപ്സിലോൺ എന്ന് പറയുന്ന പകരം നമുക്ക് എന്ത് പറയാം? ഈ എപ്സിലോണിനെ മാത്രം ചൂസ് ചെയ്താൽ മതി എന്ന് പറയാം. അപ്പൊ എനി എന്നുള്ളതിന് പകരം ഞാനിപ്പോ എന്താക്കി മാറ്റുന്നു? ദിസ് എന്നാക്കി മാറ്റുന്നു. അപ്പൊ ഈ എപ്സിലോൺ ഇവിടെ മാറുന്നതനുസരിച്ച് ഇവിടെയും മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ഒരു വട്ടം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടിലെയും ആളെന്ത് തന്നെയായിരിക്കും? എപ്സിലോൺ രണ്ടുപേരും തന്നെ ആയിരിക്കും, സെയിം തന്നെ ആയിരിക്കും. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അവരെ കമ്പയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അടുത്ത് നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് രണ്ടും ഒരേ സമയം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു k കണ്ടുപിടിക്കണം. ഒരു നാച്ചുറൽ നമ്പർ നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് കൊണ്ടുവരാം? സാധാരണ ചെയ്യുന്ന പോലെ if k equal to maximum of k1, k2, then the above two inequalities
holds for every value of n greater than or equal to k. കാരണം നമുക്കറിയാവുന്ന കാര്യം n greater than or equal to k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മാക്സിമം k1 ആണോ k2 ആണോ അതിനായിട്ടാണ് നമ്മൾ k എന്ന് പറഞ്ഞ് എടുക്കുക. അപ്പൊ അത് ഉറപ്പായിട്ട് എന്താണ്? n greater than or equal to k1 ഉം n greater than or equal to k2 ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു വെഡിങ്സ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ k എന്ന് പറയുന്ന ആൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരേ സമയം ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അതിനെ സ്റ്റേറ്റ്മെന്റ് 1 സ്റ്റേറ്റ്മെന്റ് 2 എന്ത് ചെയ്തുകൊണ്ടിരിക്കും? സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇനി നമുക്ക് അത് വെച്ചിട്ട് മുന്നോട്ട് പോകാം. Hence from 1 and 2 എന്തൊക്കെയാണ് സംഭവിക്കുക? 1 എന്ന് പറയുന്ന ആളെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തേക്കാം. അതായത് മോഡുലസിന്റെ ഡെഫിനേഷൻ ഒക്കെ കൊടുത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിന് എന്ത് കിട്ടും? മൈനസ് എപ്സിലോൺ ലെസ് ദാൻ an മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അവിടെ k1 എന്നാണ്, അതിന് പകരം നമുക്ക് ഇപ്പം എന്ത് കൊടുത്താൽ മതി? k എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ആൻഡ് മൈനസ് എപ്സിലോൺ ലെസ് ദാൻ മോഡ് cn മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. അപ്പോൾ ഇത് രണ്ടു വട്ടമായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തൽക്കാലം ഇത് ഒഴിവാക്കിയിട്ട് ഒറ്റ വട്ടാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു? അത് അഡ്ജസ്റ്റ് ചെയ്തു. അടുത്തതിനകത്ത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ an മാത്രം നിർത്തുക, ഇവിടെ bn മാത്രം നിർത്തുക. ദാറ്റ് ഈസ് L വെച്ച് എന്ത് ചെയ്താൽ മതി? രണ്ട് സൈഡും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. L മൈനസ് എപ്സിലോൺ ലെസ് ദാൻ an ലെസ് ദാൻ L പ്ലസ് എപ്സിലോൺ, ആൻഡ് ഇവിടെ അങ്ങനെ തന്നെ L മൈനസ് എപ്സിലോൺ ലെസ് ദാൻ cn ലെസ് ദാൻ L പ്ലസ് എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 3 എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ but we have an less than or equal to bn less than or equal to cn for all n belongs to n. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 4 എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അങ്ങനെ an less than or equal to bn less than or equal to cn for all n belongs to n ആണെന്നുണ്ടെങ്കിൽ ഇത് എന്തിന് ട്രൂ ആയിരിക്കും? എല്ലാ n-കൾക്കും ട്രൂ ആണെങ്കിൽ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k ആവുമ്പോഴും എന്തായിക്കോളും? ഇവരിങ്ങനെ തന്നെ ട്രൂ ആയിക്കോളും. That is from 3 and 4 we get 3, 4 തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടാം? 3 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യം ഇതെടുത്തായിരുന്നു L മൈനസ് എപ്സിലോൺ ലെസ് ദാൻ an. ഇനി 4ലേക്ക് നോക്കുക. an-ഉം bn-ഉം തമ്മിലുള്ള റിലേഷൻ എന്താണ്? an ലെസ് ദാൻ ഓർ ഈക്വൽ ടു bn. ഇനി bn-ഉം cn-ഉം തമ്മിലുള്ള റിലേഷൻ നോക്കുക. bn ലെസ് ദാൻ ഓർ ഈക്വൽ ടു cn. ഇനി c വരുന്ന ഈ ഭാഗത്തേക്ക് പോയി നോക്കുക. cn-ഉം l പ്ലസ് എപ്സിലോൺ തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇങ്ങനെയാണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു l പ്ലസ് എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. ഇനി എല്ലാം ആവശ്യമുള്ള ആളെ മാത്രം വെക്കുക, ബാക്കിയുള്ളവരൊക്കെ റിമൂവ് ചെയ്യുക. അപ്പോൾ l മൈനസ് എപ്സിലോൺ ലെസ് ദാൻ bn ലെസ് ദാൻ l പ്ലസ് എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. അപ്പൊ അതായത് അതിന്റെ അർത്ഥം എന്താണ്? ദാറ്റ് ഈസ് മൈനസ് എപ്സിലോൺ ലെസ് ദാൻ bn മൈനസ് l ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. ദാറ്റ് ഈസ് മോഡ് bn മൈനസ് l ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. അപ്പൊ എന്താണ്? ലിമിറ്റ് ഡെഫിനിഷൻ പ്രകാരം നമ്മൾ നോക്കുവാണെങ്കിൽ ദാറ്റ് ഈസ് limit bn equal to l. That is, sequence bn is convergent and limit bn equal to l. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ